ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ലൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു നാടൻ ചിക്കൻ ബിരിയാണിയാണിത്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ള വളരെ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ രുചികരമായ നാടൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ ഉപ്പുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മീഡിയം കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. ഇനി നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് സ്പൂൺ കൊണ്ടൊന്നും ചെയ്യരുത്, കൈകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ അത് പുരട്ടി കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. എരിവും പുളിയും ഉപ്പും എല്ലാം ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി ചേർക്കുക. ചെറുതായിട്ട് ഇളക്കുമല്ല, നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലതുപോലെ മസാല തിരുമ്മി പിടിപ്പിച്ചു. ഇനി ഇത് 1 മണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് സവോള ഒന്ന് വറുത്തെടുക്കണം. ആദ്യമായിട്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനിയും സവോള ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവിടെ കിടന്നൊന്ന് നല്ലപോലെ ഫ്രൈ ആയി വരട്ടെ. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് നിർത്തേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അവിടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ചിക്കൻ ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ സവോള വറുത്ത അതേ എണ്ണ തന്നെയാണ്. നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. എല്ലാ കഷ്ണങ്ങളും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് നമുക്ക് അത്യാവശ്യം വേണ്ട രീതിയിൽ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കോരി മാറ്റി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാലയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് 2 സൈഡും ഒന്ന് മൂത്ത് വന്നാൽ മതി. നമുക്ക് വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. അത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇപ്പോൾ 2-3 കറുവാപ്പട്ട, അതുപോലെ തന്നെ 3-4 ഗ്രാമ്പു, 3 ഏലക്കായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്റ്റാറും അതുപോലെ തന്നെ ഒരു വനിലയുടെ പീസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 സവോള അരിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ സവോളയൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരണം.
നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. സവോള ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു 1.5 തക്കാളിക്ക ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കായും നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മളിപ്പോൾ തക്കാളിക്കായും സവോളയെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ മസാല ഉണ്ടാക്കി ഇതിലേക്കാണ് നമ്മൾ വറുത്തെടുത്ത ചിക്കൻ ഇളക്കി എടുക്കുന്നത്. നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയല്ല ഇത്, കുറച്ച് എരിവ് കുറച്ചിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാല നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിൻ്റെ നല്ലതുപോലെ പച്ചപ്പ് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചോറ് റെഡിയാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ഭക്ഷണയില കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 കഷ്ണം ചെറിയ പട്ട കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഒരു 4-5 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലപോലെ തിളച്ച് വരട്ടെ. തിളച്ച് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വെള്ളം തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ച നമ്മളുടെ ബസ്മതി റൈസ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കിലോ ചിക്കന് 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നാടപ്പം നടച്ചു കൊടുക്കാം. അരി ഒന്ന് വെന്ത് വരട്ടെ. 3/4 വേവായി കഴിയുമ്പോൾ നമുക്ക് അരി ഊറ്റിയെടുക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തു. ആ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തതിൻ്റെ ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. ആ എണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനിയും ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. 3/4 വേവിൽ തന്നെ ചോറ് ഊറ്റിയെടുക്കാൻ ശ്രമിക്കണം. 3/4 വേവേ ആകാൻ പാടുള്ളൂ. ആദ്യത്തെ ലെയർ ഇട്ട് കൊടുക്കുന്നു. ഇനി ഒന്ന് നിരത്തി കൊടുക്കാം. നല്ലതുപോലെ നിരത്തിയിട്ടതിന് ശേഷം കുറച്ച് നെയ്യ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി നമുക്കൊന്ന് വിതറി കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒരുപാട് ആവശ്യമില്ല. ചെറിയൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2ാമത്തെ ലെയർ കൂടെ ചോറിട്ട് കൊടുക്കാം. 2ാമത്തെ ലെയർ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നിരത്തി കൊടുക്കുക. അതിന് ശേഷം നെയ്യ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവോളയാണിത്. ഇതേ ഗോൾഡൻ കളറിലാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. ആ സവോള കൂടെ ഇതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരം ആവി കയറട്ടെ. ഈ അടപ്പിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു കലത്തിനകത്ത് വെള്ളമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. നമുക്കൊരു 15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്ത് ആവി വന്നിട്ടുണ്ടോ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്നൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിനെ ഒന്ന് തുറക്കാം. നല്ലതുപോലെ ആവിയുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറുമൊക്കെ നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്.